എന്ത് മോശം ഭരണം പറയുന്നത്? എന്ത് മോശം ഭരണം? കേന്ദ്രം പോലും ഒഴിവാക്കി വിട്ട പല കാര്യങ്ങൾക്കും പിണറായി വിജയൻ മുന്നോട്ട് നിന്നതുകൊണ്ടാണ് പല കാര്യങ്ങളും കേരളത്തിൽ നടന്നിട്ടുള്ളത്. ഒറ്റ കാര്യം മാത്രം ചോദിക്കട്ടെ, കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് എന്ത് വികസനമാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഈ കേരളത്തിൽ കാണിച്ചു വെച്ചതെന്ന് ഒന്ന് എവിഡൻസോടുകൂടി പറയാൻ പറ്റുമോ? ഒരു നാഷണൽ ഹൈവേ ഉണ്ട്, ആ നാഷണൽ ഹൈവേ കേന്ദ്രത്തിൻ്റെതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേങ്കിൽ എന്താ പറഞ്ഞത്? കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിൻ്റെ പാതയായിട്ട് നിങ്ങൾ വലിയ ഫ്ലക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടായത് NH ഇല്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി, മുന്നത്തെ വീഡിയോ ഒക്കെ എടുത്താൽ മതി. എന്നിട്ട് കോടിക്കണക്കിന് രൂപ പൊട്ടിച്ചിങ്ങാൻ നിങ്ങൾ PR വർക്ക് ചെയ്ത് കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ മികവിനെ പറ്റി ഇല്ലാത്ത കഥകൾ പറഞ്ഞാൽ PR വർക്ക് ചെയ്ത് ഒരുപാട് പാവപ്പെട്ട നിന്നെപ്പോലെയുള്ള ലൊട്ടകളായിട്ടുള്ള കുറേ ആൾക്കാർ അത് വിശ്വസിക്കുകയും ചെയ്ത്. അവിടെയാണ് ദൈവത്തിൻ്റെ ഒരു ചെറിയ ഇടപെടലുകൾ അവിടെ സംഭവിച്ചു. ആ തിരൂർ ഭാഗത്തൊക്കെയുള്ള പല പാലങ്ങളും പൊളിഞ്ഞു വീകൽ തുടങ്ങിയ പാടെ ഈ പറഞ്ഞ സംസ്ഥാനത്തിൻ്റെ വലിയ വികസനമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഇവർ തന്നെ പറഞ്ഞു ഇതുമായിട്ട് യാതൊരു നാഷണൽ അതോറിറ്റി ആയിട്ട് ടൈപ്പിൽ വന്നതാണ് ഈ പാലം, കേരള സംസ്ഥാന ഗവൺമെൻറ്റുമായി യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു. കേട്ടിട്ടുണ്ടായിരുന്നു മോളെ? എന്ത് വിവരക്കേടാണ് ഈ പറയുന്നത്? ഒന്നും ചെയ്തിട്ടില്ല, ഒരു പുല്ലും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് വീട്ടിലിരിക്കേണ്ടി വന്നത്. കേട്ടുകല്ലേ? വെറുതെ എന്ത് വികസനമാണ്? പല കാര്യങ്ങൾ. എന്താണ് ഈ പല കാര്യങ്ങൾ? അതൊന്ന് പറയുമോ? എന്താണ് ഈ പല കാര്യങ്ങൾ? എന്താണ്? എന്നെപ്പോലെയുള്ള വലിയ സെലിബ്രിറ്റികളൊന്നും അല്ലാത്ത ഒരുപാട് ആളുകൾ പഠിച്ച് 1ാമത്തെ റാങ്കും 2ാമത്തെ റാങ്കും ഒക്കെ നേടിങ്ങാഞ്ഞ് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരം നിന്നിട്ടുള്ളത് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലെങ്കിൽ അതിന്റെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. അതുപോലെ തന്നെ തൊഴിലുറപ്പിലുള്ള ഒരുപാട് പാവം അമ്മമാർക്ക് പൈസ കൊടുക്കാത്തത് ഓർമ്മ ഉണ്ടോ? അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഒന്ന് പോയി ഞാൻ നോക്കുക. അതിനെന്താണ്, അതിൻ്റെ വീഡിയോയിൽ എന്താണ് ഓരോ അമ്മമാർ നെഞ്ചു പൊട്ടി ശപിക്കുന്നത് കണ്ടിനോ? കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. നിനക്ക് ബാധിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് കേരളത്തിൻ്റെ എല്ലാവരുടെയും ഒരു പ്രതിനിധി ആയിട്ടൊന്നും ദയവ് ചെയ്തിട്ട് മോളെ ഇതിൽ വന്ന് പറയല്ലേ. അറിയില്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവരോടൊക്കെ ചോദിക്കുക. ആരോ ഉമ്മയും ഉപ്പയെല്ലാം മാർക്സിസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ഇത് കമ്മ്യൂണിസം അല്ല. കമ്മ്യൂണിസം ഇങ്ങനല്ല, ഇത് പിണറായിസമാണ് തോറ്റത്. കമ്മ്യൂണിസം തോൽക്കില്ല. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് മാത്രമുള്ളൊരു ഒരു വിഭാഗം ആളുകളാണ്. ഒരു വിഭാഗമല്ല, ഒരു വലിയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് കമ്മ്യൂണിസം ആണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല. ഇത് പിണറായിസം പൊട്ടിപ്പൊളിഞ്ഞ് വീട്ടിലിരിക്കേണ്ടി വന്നു, അത്രേ ഉള്ളൂ.